ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും റിംസി ടേസ്റ്റി ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി പെട്ടെന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ അരച്ച് കലക്കി മിക്സ് ഒന്നും ചെയ്ത് വെക്കേണ്ട. പെട്ടെന്നൊരു ഗസ്റ്റ് വരാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായി ഒരു ആഴത്തിലുള്ളൊരു കണ്ടെയ്നർ എടുക്കുക. അത് പുറത്തേക്കൊന്ന് മിക്സിങ് തെറിച്ച് പോകാതിരിക്കാൻ. ഇത് ഞാൻ കേക്ക് മിക്സ് ചെയ്യുന്ന എൻ്റെ ഒരു ടിന്നാണിത്. അതിലേക്ക് 1.5 കപ്പ് മൈദ പൊടി, പിന്നെ 1 കപ്പ് അരിപ്പൊടി, വറുത്തരിപ്പൊടി. നമുക്ക് ഇങ്ങനെ അല്ലാതെയും അരി അരച്ചും തലേന്ന് കുതിർത്തി നമുക്കത് അരി അരച്ചും ഉണ്ടാക്കാവുന്നതാണ്. 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ. മെഷർമെൻറ്റ് കപ്പ് ഞാനവിടെ കാണിക്കുന്നതായിരിക്കും. ഇതാണ് മെഷർമെൻറ്റ് കപ്പ്. ഇത് നമ്മൾ കേക്കിനൊക്കെ മെഷർമെൻറ്റ് കപ്പ് നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. 3 ബനാന. നമ്മൾ ഏത്തപ്പഴമല്ല, സാധാ റോബസ്റ്റ് പഴം, ഇവിടെയൊക്കെ കിട്ടാവുന്ന സാധാരണ ചിക്കിറ്റ പഴം എന്ന് പറയും. അപ്പോൾ ആ ബനാനയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മളൊരു പിഞ്ച് സോൾട്ട്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ചുക്ക്, ജീരകം, 1/4 സ്പൂൺ ജീരകം, ഏലക്ക ഒരു 5 എണ്ണം. ഇതെല്ലാം ചേർത്ത് ഇത്തിരി പഞ്ചസാര ഇട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് പൊടിച്ചതാണത്. ഇത് മിക്സിങ്ങിലേക്ക് ചേർക്കുക. നന്നായി ഒരു 5 കട്ട ശർക്കര, നമ്മളൊരു കറുത്ത ശർക്കര തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലും ഉണ്ണിയപ്പത്തിന് കളർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 5 കട്ട ശർക്കര, ഞാനിപ്പോൾ ഇത്തിരി അധികം ക്വാണ്ടിറ്റിയിൽ, എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 3 ബനാന എടുത്തു. നിങ്ങൾക്കിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മതിയെങ്കിൽ 1 ബനാന മതിയാവും. അപ്പോൾ ഞാൻ 5 ശർക്കര നന്നായിട്ട് ബോയിൽ ചെയ്ത് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് ഈ മിക്സിയിലേക്ക് ആദ്യം ബനാന ഇടും, ഈ 3 ബനാന. അത് കഴിഞ്ഞ് ഈ ശർക്കര പാനി ചൂടാക്കി വെച്ചിട്ടുണ്ട്. 5 കട്ട ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പാകത്തിന് ലെവലിലുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം നമുക്ക് വേണമെന്നില്ല, അപ്പം മധുരം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ചൂടാക്കി വെച്ചാണ് ശർക്കര പാനി നമ്മൾ ഈ മിക്സിയിലോട്ട് കുറച്ച് ചൂടാറാൻ വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ജാറിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ചൂട് കൊണ്ട് തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ശർക്കര പാനി ചേർക്കുക. ചെറു ചൂടുള്ള ശർക്കര പാനി ചേർക്കുക. എന്നിട്ട് മിക്സി നന്നായിട്ട് 1 2 ഇട്ട് നന്നായി കറക്കി ഈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിക്കുക ഡയറക്റ്റ്. ഇത് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇത് കുറച്ച് ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു കട്ടിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഫ്ലാസ്കിൽ ചൂടുവെള്ളം എപ്പോഴും എടുത്ത് വയ്ക്കും. അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ നിന്ന് കുറച്ച് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ചേർത്തുകൊണ്ടിരിക്കുക. ഇത് ഒത്തിരി നേരം ഉണ്ടാക്കി വയ്ക്കുകയൊന്നും വേണ്ട മിക്സിങ്. അപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ണിയപ്പം നമുക്ക് ചെയ്തെടുക്കാം. അല്ലാത്തത് നമ്മൾ 6 hours ഫെർമെൻറ്റ് ചെയ്യാനൊക്കെ വെച്ച് നമ്മളങ്ങനെ ചെയ്യും. ഇനി ഇൻഗ്രീഡിയൻസിലേക്ക് ഒരു ചെറിയൊരു ടിപ്സും കൂടി ചേർക്കാനുണ്ട്. അതായത് തേങ്ങാക്കൊത്ത് ഒരു 4 പീസോ 5 പീസോ, ഞാനിതിലേക്ക് ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കൊത്തി നുറുക്കി അത് നമ്മൾ ചെറിയ വെളിച്ചെണ്ണയിലും പ്ലസ് ബട്ടറിലാണ് ഞാൻ ചേർക്കുന്നത്. ഗീലും ചെയ്യാം, ഗീലും നല്ല ടേസ്റ്റാണ്, ബട്ടറിലും ടേസ്റ്റാണ്. അപ്പോൾ ബട്ടറിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നെക്സ്റ്റ് ടൈം. അപ്പോൾ ഈ ബാറ്ററിലേക്ക് നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് നമ്മൾ ചെറിയതായിട്ട് കറുത്ത എള്ള് 1/2 സ്പൂൺ, പിന്നെ ഈ തേങ്ങാക്കൊത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ബട്ടർ ചേർത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ ബാറ്ററി ഇച്ചിരി കട്ടിയായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ചേർക്കുന്നത്. ശർക്കര പാനി ഉണ്ടെങ്കിൽ അത് കൂടുതൽ ചേർക്കാം. ഒരുപാട് ലൂസ് വേണ്ട, മീഡിയം ലൂസ് മതി. നമ്മൾ കോരി ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി ലൂസായിപ്പോൾ തിരിച്ച് മറിച്ചിടുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് കറുത്ത എള്ള്, തേങ്ങാക്കൊത്ത്. ഇവ വറുത്ത് വെളിച്ചെണ്ണയിലും ബട്ടറിലും വറുത്ത് ഇതിലേക്ക് മിക്സിയിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇൻഗ്രീഡിയൻസ് മാറ്റി വയ്ക്കുക.
പെട്ടെന്നൊരു ഗസ്റ്റ് വരാമെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റീം ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനത്തെ അപ്പങ്ങളോ അല്ലെങ്കിൽ ഉണ്ണിയപ്പം ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്. നമ്മൾ ഒത്തിരി നേരം വെയിറ്റൊന്നും ചെയ്യണ്ട. ബേക്കിംഗ് സോഡ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒത്തിരി ക്വാണ്ടിറ്റി ഇടരുത്. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന സ്പൂണിൽ നിങ്ങൾ കുറച്ചാണ് ഈ അപ്പത്തിൻ്റെ ഈ ബാറ്ററിൽ നമ്മൾ പൊടികൾ ചേർക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ബേക്കിംഗ് സോഡ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിലോട്ട് നിൽക്കും. അങ്ങനെ ബാറ്റർ ഇപ്പോൾ റെഡി. അടുത്തതായി നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി, ഏതോ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെയിലിനൊക്കെ ആണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ നമുക്ക് അഫോർഡബിൾ അല്ല, അപ്പം നമ്മൾ സൺഫ്ലവർ യൂസ് ചെയ്താൽ മതി. അതിലേക്ക് ഗീ ഉണ്ടെങ്കിൽ ഗീ, ഇതിലാക്കി ഞാൻ ഈ റെസിപ്പിയിൽ ഞാൻ ബട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ ബട്ടർ ഒരു ചെറിയ സ്പൂണിൽ നമ്മളെടുത്ത് ആ ചൂടായ എണ്ണയിലേക്ക് ഇച്ചിരി ഇടുക. അപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ മെൽറ്റായി അത് തന്നെ മെൽറ്റായിക്കോളും. ഒരു 1/2 സ്പൂൺ ഓയിൽ നമ്മൾ ഇതിൽ ചേർത്താൽ മതി. ഒത്തിരി ബട്ടർ ഇടണമെന്നില്ല. എണ്ണ ഹാഫായിട്ട് ഫില്ല് ചെയ്താൽ മതി ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. എൻ്റെ ബാറ്ററി ഇച്ചിരി കട്ടിയിലാണ് ഞാൻ വെക്കുക എപ്പോഴും. അതുകൊണ്ട് ഞാൻ ഒത്തിരി ലൂസായിട്ട് അവിടെ ഇവിടെ എനിക്ക് ഇതിങ്ങനെ ഇടുമ്പോൾ പോകുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി കട്ടിയിലാണ് ഈ ബാറ്ററി ഞാൻ വെച്ചിരിക്കുന്നത്. ഒത്തിരി ഫില്ല് ചെയ്യണ്ട. ഈ മാവ് ഒരു 1/2 സ്പൂൺ വെച്ചിട്ട് ഓരോ ചട്ടിയിലേക്കും നമുക്ക് ചേർക്കാവുന്നതാണ്. ആദ്യം ഇടുമ്പോൾ ഇത്തിരി ഗ്യാസ് സ്റ്റവ് ഇച്ചിരി തീയിൽ ഹൈ ഫയറിൽ തന്നെ ഇടുക. പിന്നെ നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് ചെറിയ തീയിലേക്ക് മാറ്റുക. വളരെ ചെറിയ സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ ഉള്ളു വേവാതിരിക്കാനും പുറം ഭാഗം നല്ല ബ്ലാക്കായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അടുത്ത് തന്നെ നിൽക്കുക. ചെറിയൊരു ടൂത്ത് ബ്രിക്കോ അല്ലെങ്കിൽ സ്ക്വയറോ നമുക്ക് യൂസ് ചെയ്യാം മറിച്ചിടാനായിട്ട്. ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഇങ്ങനെ മറിച്ചിടാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ എണ്ണ കയ്യിലേക്ക് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങളധികം ആദ്യം ചെയ്യുമ്പോൾ ഒരു സ്പൂൺ സൈഡിൽ ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് മറിച്ചിടാം, സപ്പോർട്ട് ചെയ്ത്. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നവരെങ്കിൽ, ഒത്തിരി വർഷമായിട്ടുള്ളവർക്കാണെങ്കിൽ ആ പരിചയം കാണും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ എല്ലാം മറിച്ചിട്ടു. ഇതൊന്നും പൊട്ടി പോയിട്ടേ ഇല്ല. ഒത്തിരി ലൂസ് ബാറ്റർ ആകുമ്പോൾ നമുക്കത് തിരിച്ചിടുമ്പോൾ അത് പൊട്ടി പോകാനും എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓരോ ഉണ്ണിയപ്പം ഞാൻ ഇത് മറിച്ചിട്ടു. എല്ലാം നല്ല ബ്രൗൺ ആയിരിക്കുന്നു, നല്ല സോഫ്റ്റാണ് ഈ ഉണ്ണിയപ്പം. അവസാനം ഞാനത് കാണിച്ചു തരാം. ഇതാണ് തീ ഞാൻ ചെറിയ സിമ്മിലോട്ട് മാറ്റുകയാണ്. ഇനി ഉള്ളു വേവണം. ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ഉള്ളു വേവാൻ വേണ്ടിയിട്ട് ചെറിയ ഇതിലേക്ക് വെക്കും. അങ്ങനെ 2 ടൂത്ത് ബ്രിക്ക് ഉപയോഗിച്ച് ഞാൻ ഓരോരോ ഉണ്ണിയപ്പം കുത്തിയെടുക്കുകയാണ്. കണ്ടോ, നല്ല കിടുക്കാച്ചി ഉണ്ണിയപ്പായില്ലേ. ഇനി 1 by 1 ഓരോന്ന് പടപടാന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്യണം, കരിഞ്ഞു പോവാതെ. ഓക്കെ, എൻ്റെ ഉണ്ണിയപ്പം ഇത് ഇത്രയൊക്കെ നമുക്ക് ആദ്യത്തെ റൗണ്ടിൽ തന്നെ കറക്റ്റായിട്ട് വന്നു. നമ്മൾ ഒത്തിരി നേരമൊന്നും ഇത് മിക്സ് ചെയ്യേണ്ട ഒരാവശ്യമില്ല, ഒത്തിരി നേരം ഫെർമെൻറ്റ് ചെയ്യാനും വെക്കേണ്ട. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ ഇത് അടുത്ത റൗണ്ടിലേക്ക് ഞാൻ ഇട്ട് തുടങ്ങി. എണ്ണ കയ്യിൽ തട്ടാതെ സൂക്ഷിക്കുക. നെക്സ്റ്റ് ബാച്ചിലും ഇച്ചിരി സ്പൂൺ ബട്ടർ നമ്മൾ ചേർക്കണം. ബട്ടർ അല്ലെങ്കിൽ ഗീ ആയാലും കുഴപ്പമില്ല. ഇത് തന്നെ സെയിം റൗണ്ട് ഇതാണ് നമ്മുടെ കിടുക്കാച്ചി ഉണ്ണിയപ്പം. കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മളെല്ലാം ഒരു കാസറോളിൽ അടച്ചു വയ്ക്കും. അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ചൂടോടുകൂടി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് റെസിപ്പി കാണുന്നവരെ ബൈ ബൈ.